وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة ومن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أكثروا ذكر هادم اللذات الموت. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സയ്യിദ് ഷരീഫ് അൽ മദനി മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് മസ്ഊദ് തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കളും മുഹമ്മദ് ബഷീർ മദനി ഉസ്താദ്, അബ്ദുൽ റഷീദ് മദനി തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ, കമ്മിറ്റിയുടെ ഭാരവാഹികളായ കാമിൽ സഖാഫി, ഹനീഫ ഹാജി, അങ്ങനെ ധാരാളം ലീഡർമാർ, നേതാക്കൾ എല്ലാവരും സംബന്ധിച്ചിട്ടുള്ള ഈ വലിയ സദസ്സിൽ സുദീർഘമായ ഒരു പ്രഭാഷണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ധാരാളം സംബന്ധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉറൂസ് പരിപാടിയാണ് ഉള്ളാളത്ത് നടക്കാറുള്ളത്. മത സൗഹാർദ്ദവും പരസ്പര ബഹുമാനവും എല്ലാം പൂത്തുലഞ്ഞു നിൽക്കുന്ന കർണാടകയുടെ അഭിമാനവും ആവേശവും ചൈതന്യവുമാണ് ഈ ഉറൂസ് പരിപാടികൾ. ഇതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മഹാന്മാരോട് ബഹുമാനം വർദ്ധിപ്പിക്കുക,
മറ്റൊന്ന് ഇബാദത്ത് കുറവുള്ള ആളുകൾക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം ഉണ്ടാക്കുക. വേറെയൊന്ന് ഇതര മതസ്ഥരായ ആളുകൾക്ക് മുസ്ലിമീങ്ങളോട്, അതുപോലെ മുസ്ലിമീങ്ങൾക്ക് മറ്റ് മതക്കാരോട് സ്നേഹവും ഐക്യവും വർദ്ധിപ്പിക്കുക. ഈ പാവനമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് ഈ പ്രോഗ്രാമിന് അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സദസ്സുകൾ അവൻ്റെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കും എന്നതിൻ്റെ വലിയ തെളിവാണ് അറഫ. ഓരോ വർഷവും പരിശുദ്ധമായ മക്കയിൽ അറഫയിൽ ദുൽഹിജ്ജ 9 നടക്കുന്ന ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ സമ്മേളനം ആ അറഫയിൽ നടക്കുമ്പോൾ ആ അറഫയിൽ പങ്കെടുക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ അവരുടെ പണവും ആരോഗ്യവും സമയവും ഉപയോഗപ്പെടുത്തി അവിടെ ഹാജരാകുന്നതിൻ്റെ പിന്നിൽ ഉള്ളത് ആ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ വർധനവാണ്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിലും അത് കാണാം. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓരോ മുഅ്മിനായ മനുഷ്യനും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ കാണാം വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഈമാൻ വർദ്ധിപ്പിക്കുക എന്നതാണ് വെള്ളിയാഴ്ച ജുമുഅയിലൂടെ ലഭിക്കുന്നത്. പുരുഷന്മാർ പള്ളിയിൽ പോകുന്നതിലൂടെ അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നു. പുരുഷന്മാരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് അവർക്കും പള്ളിയിൽ പോയതിന് തുല്യമായ പ്രതിഫലം പുരുഷന്മാരെ പറഞ്ഞയക്കുന്നതിൻ്റെ പേരിൽ അവർക്കും ലഭിക്കുന്നു. അങ്ങനെ കൂട്ടായ്മകളിലൂടെ മനുഷ്യന് വലിയ ശക്തി ലഭിക്കും. വലത് ഭാഗത്ത് ഇരിക്കുന്നത് ആരാണ്, ഇടതുഭാഗത്തിരിക്കുന്നത് ആരാണ് എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ സദസ്സിലുള്ള ഓരോ വ്യക്തിയും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈമാൻ കുറവുള്ള ആളുകൾക്ക് ഈമാൻ കൂടുതലുള്ളവർ ഈമാൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുമ്പോൾ, ഈമാൻ കുറവുള്ള ആളുകൾ ഈമാൻ വർദ്ധിച്ച ആളുകളിൽ നിന്ന് ഈമാൻ്റെ ബർക്കത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സദസ്സിലുള്ള എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം മനസ്സിൽ കരുതിക്കൊണ്ടാണ് ഈ മജ്ലിസിൽ ഇരിക്കേണ്ടത്. മഹാന്മാരായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അവർക്കെല്ലാ പുണ്യവും ലഭിച്ചത് മുത്തുനബിയുടെ മജ്ലിസിലൂടെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷരീഫുൽ മദനി മഹാനവർകൾ ദൂരെ നാട്ടിൽ നിന്ന് ഈ കർണാടകയിൽ വന്ന് ഇവിടെ താമസമാക്കുകയും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈമാൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രദേശങ്ങൾ അന്ധകാരത്തിൽ ഇരുട്ടിൽ കഴിയേണ്ടി വരുമായിരുന്നു. അങ്ങനെ നല്ല ആളുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ ബർക്കത്തും ലഭിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചതിൻ്റെ പേരിലാണല്ലോ ആ അറേബ്യയിലും പരിസരങ്ങളിലും
വെളിച്ചം ലഭിച്ചത്. മാ കാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, AD 571 അറേബ്യയിൽ ഒരു വലിയ മനുഷ്യൻ്റെ ആഗമനത്തോടു കൂടിയാണ് ആ നാട്ടിലുള്ള ആളുകളിൽ സാംസ്കാരികമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ വലിയ മാറ്റങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ദീനീയായ മജ്‌ലിസിൽ നാം ഇരിക്കേണ്ടത്. അങ്ങനെയുള്ള ധാരാളം നന്മകൾ ലഭിക്കാൻ കാരണമാകുന്ന ഒരു മജ്‌ലിസായി ബഹുമാനപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിനെ അല്ലാഹു കബൂലാക്കട്ടെ. ഒന്ന്. രണ്ടാമതായി ഈ സമയത്ത് പറയാനുള്ളത്, എല്ലാ സമയത്തും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ചിന്തയാണ് മരണത്തെപ്പറ്റിയുള്ള ചിന്ത. അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉറൂസുകൾ നടക്കുന്നത്. ഉറൂസിൻ്റെ ലക്ഷ്യം അതാണ്. പക്ഷേ അവിടെ ലൈറ്റും വിളക്കും പ്രകാശവും എല്ലാം നാം വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാരണം ആ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ പരലോകത്ത് വളരെ സന്തോഷത്തിൽ ആയതുകൊണ്ട് അവരോടുള്ള മഹബത്ത് ജനങ്ങളെ കൽബിൽ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് നാം ഈ ലൈറ്റുകളും പ്രകാശങ്ങളുമെല്ലാം ഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത മരണത്തെപ്പറ്റിയുള്ള ചിന്തയാണ്. ഖബർ സിയാറത്തിൻ്റെ ലക്ഷ്യം മരണത്തിൻ്റെ ചിന്തയാണ്. ഒരു ദിവസം ഞാൻ മരിക്കും എന്ന ഒരു ബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ ആണ് ആ മനുഷ്യനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരു സ്ഥലത്ത് പറയുന്നത് കാണാം, ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ ആഗ്രഹം തോന്നി. പക്ഷേ കുഞ്ഞ് ഉണ്ടാകുന്നില്ല. അവസാനം അവർ തീരുമാനിച്ചു ഒരു ഡോക്ടറെ സമീപിക്കാൻ. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയി അവർ രണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് മക്കൾ ഇല്ല, അതുകൊണ്ട് ഡോക്ടർ അതിനൊരു ചികിത്സ തരണം. അങ്ങനെ മക്കൾ ഇല്ലാത്ത ആളുകൾ ഡോക്ടർമാരെ സമീപിക്കുന്നത്, ചികിത്സിക്കുന്നത് അനുവദനീയമാണ്. മഹാന്മാരായ ഔലിയാക്കളെ കൊണ്ട് ദ്വാരിപ്പിക്കൽ അതും അനുവദനീയമാണ്. അത് രണ്ടും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറോട് ഈ സങ്കടം പറഞ്ഞപ്പോൾ ആ ഡോക്ടർ ആ സ്ത്രീയോട് പറഞ്ഞു, 40 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. മക്കൾ ഉണ്ടാവാത്ത ആ സങ്കടം പറയാൻ വേണ്ടി വന്ന സ്ത്രീയോട് 40 ദിവസം കഴിഞ്ഞാൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ ഭാര്യയും ഭർത്താവും അവിടെ നിന്ന് പോവുകയും ആ ഭാര്യ അന്നു മുതൽ അങ്ങേയറ്റത്തെ ദുഃഖത്തിലും ബേജാറിലുമായി. കാരണം 40 ദിവസമേ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയൂ, അത് കഴിഞ്ഞാൽ മരണമാണല്ലോ ഉണ്ടാവുക. മരണത്തെപ്പറ്റിയുള്ള ആ ചിന്ത മനസ്സിൽ കടന്നതോടുകൂടി കുഞ്ഞുണ്ടാവുക എന്ന ആ ചിന്ത ആ സഹോദരിക്ക് ഇല്ലാതെയാവുകയും ഓരോ ദിവസം കഴിയുന്തോറും ആ സ്ത്രീ ഭക്ഷണത്തോട് ആശയില്ലാതെ, ഭൗതിക ജീവിതത്തോട് താല്പര്യമില്ലാതെ ആ സ്ത്രീ മെലിയാൻ തുടങ്ങി. 41ാമത്തെ ദിവസം ആ സഹോദരി തൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റു. സന്തോഷമായി, മരിച്ചിട്ടില്ലല്ലോ. മരിക്കുമെന്ന് പറഞ്ഞ ആ ദിവസത്തിൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല. ഉടനെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി
ഡോക്ടറോട് പറഞ്ഞു, സാറേ, നിങ്ങൾ പറഞ്ഞു 40 ദിവസം കഴിഞ്ഞാൽ മരിക്കും. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ ആ വിഷയം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ ഡോക്ടർ ആ സഹോദരിയെ ഒന്നുകൂടി പരിശോധിച്ചു നോക്കിയപ്പോൾ ആ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് അമ്ലം കുറയുകയും തടിയും കൊഴുപ്പുമെല്ലാം കുറഞ്ഞ് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമായി മാറിയിട്ടുണ്ട്. ആ സഹോദരിയോടും ഭർത്താവിനോടും ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുക, കുഞ്ഞുണ്ടാകും. ഞാൻ നിങ്ങളോട് മരിക്കും എന്ന് പറയാനുള്ള കാരണം അത് സത്യമാണ്. എല്ലാവരും 40 ദിവസം കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഉറപ്പാണ്. 40 ദിവസവും പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ എല്ലാവരും മരിക്കും. നമ്മളും അങ്ങനെ തന്നെ. കുറേ ദിവസം കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിക്കുമല്ലോ. ഞാൻ പറഞ്ഞത് കളവല്ല. പക്ഷേ ഞാൻ നിങ്ങളോടത് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ട് ഭക്ഷണത്തോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥ വരികയും ശരീരം വല്ലാതെ മെലിയുകയും ചെയ്തപ്പോൾ ഗർഭധാരണത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു വലിയ വിഷയം ഇപ്പോൾ ഇല്ലാതെയാവുകയും ഇനി ഗർഭം ആവുന്ന ഒരു സാഹചര്യം എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഏതൊരു മനുഷ്യനെയും പാഠം പഠിപ്പിക്കാൻ പറ്റിയ ചിന്തയാണ് മരണചിന്ത. ആ ചിന്ത ഉണ്ടായാൽ ഭൗതിക വിഷയങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞ് കുറഞ്ഞ് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ കടന്നു വരും. അതാണ് മഹാന്മാരുടെ ഉറൂസിൽ നടക്കുന്നത്. അവരുടെ ഖബറിൻ്റെ സമീപത്ത് എത്തിയാൽ 2-3 കാര്യം മനസ്സിൽ വരണം. ഒന്ന്, എത്ര വലിയ ആളായാലും ഒരു ദിവസം മരിക്കും. ആ മരണത്തിന് പാത്രമായിട്ടുള്ള ഒരു വലിയ മഹാനാണ് ഈ മഖാമിൽ ഉള്ളത്. പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഖുർആനിലുണ്ടോ? നബിയുടെ വഫാത്ത് ഖുർആനിൽ ഇല്ല. കാരണം നബിയുടെ വഫാത്തിന് മുമ്പ് ആണ് ഖുർആൻ അവതരിച്ചത്. അതോടുകൂടി വഹി നിന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവലോടുകൂടി വഹി നിന്നു. അതുവരെ വഹി ഉണ്ട്. എന്നാൽ നബിയുടെ വഫാത്ത് ഖുർആനിൽ സൂറത്തു ആലി ഇമ്രാനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ആ മുത്ത് നബിക്കൊരു വഫാത്ത് ഉണ്ടാവുമല്ലോ, ഉറപ്പാണ്. ആ വഫാത്തിൻ്റെ ഒരു ട്രയൽ ഉഹുദ് യുദ്ധക്കളത്തിൽ സംഭവിച്ചു. ട്രയൽ. നബിതങ്ങൾ വഫാത്താകും എന്നത് ഉറപ്പാണ്. ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഓ നബിയെ, താങ്കൾ മരണപ്പെടും. താങ്കളുടെ മുൻപുള്ള അമ്പിയാക്കളും മരിച്ചിട്ടുണ്ട്. മരണം അങ്ങേക്കുണ്ട് എന്നുറപ്പാണ്. ആ മരണത്തിൻ്റെ ഒരു ട്രയൽ സംഭവിച്ചു. അത് ഉഹുദിലാണ് സംഭവിച്ചത്. ഹിജ്റയുടെ 3-ാം വർഷം. ഹിജ്റയുടെ 10 വർഷം കഴിയുമ്പോഴാണ് മുത്തുനബിയുടെ വഫാത്ത് ഉണ്ടാകുന്നത്. അതിൻ്റെ 7 കൊല്ലം മുമ്പ് ഒരു മരണത്തിൻ്റെ ഒരു ട്രയൽ. എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഹബീബ് മരണപ്പെട്ടാൽ, അവിടുത്തെ വഫാത്ത് സംഭവിച്ചാൽ ഉമ്മത്ത് തളരാൻ പാടില്ല. ആ നബിയുടെ അനുയായികൾ അള്ളാഹുവിൻ്റെ ശരീഅത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ആ നബി വഫാത്തായാലും അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഇവിടെ നിലനിൽക്കണം. നബി വഫാത്താവലോടുകൂടി ഇസ്ലാം ഇവിടെ മരിക്കാൻ പാടില്ല. അതങ്ങനെയാണ് അള്ളാഹ് തർത്തീബാക്കിയത്. അതുകൊണ്ട് തന്നെ
1400 കൊല്ലം മുൻപ് അവിടുന്ന് വഫാത്തായിട്ടും അവിടുന്ന് കൊണ്ടുവന്ന ഇസ്ലാം ഇന്നും സജീവമാണ്. അത് കേരളത്തിലും കർണാടകയിലും ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തിൻ്റെ എല്ലാ നാടുകളിലും ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി ബൈത്തു മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹു കലിമത്തൽ ഇസ്ലാം ബിഇസ്സി അസീസിൻ വദുല്ലി ദലീലിൻ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി ബൈത്തു മദരിൻ വലാ വബരിൻ. മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ വീടുകൾ, അതുപോലെ മൃഗങ്ങളുടെ തോലുകൊണ്ടും രോമം കൊണ്ടും ഉണ്ടാക്കിയ തമ്പുകൾ, അങ്ങനെ ആ തമ്പുകളിലായി ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്നുവോ ആ ജീവിക്കുന്ന മുഴുവൻ സ്ഥലത്തും അള്ളാഹു ഇസ്ലാമിനെ എത്തിക്കും. ലാ യബ്ഖാ അലാ വജ്ഹിൽ അർള്, ഈ ഭൂമിയിൽ ഒരു നാടോ ഒരു ഗ്രാമമോ അവശേഷിക്കുകയില്ല ഇസ്ലാം എത്താതെ. എല്ലാ സ്ഥലത്തും ഇസ്ലാം എത്തും. നബി വഫാത്തായതിനു ശേഷമാണ് ഇസ്ലാമിൻ്റെ പ്രചാരണം ശക്തിപ്പെട്ടത്. നബിയുടെ ജീവിതകാലത്ത് ഇസ്ലാമിൻ്റെ ചൈതന്യം മക്കയിലും പരിസരങ്ങളിലും മാത്രമേ ഉള്ളൂ. വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സിന്ധ് മുതൽ മൊറോക്കോ വരെ ഇസ്ലാം എത്തി. പിന്നീട് വീണ്ടും പ്രചരിച്ചു. അമേരിക്കയിൽ ഇസ്ലാം എത്തി. മുഹമ്മദ് നബിയുടെ കാലത്ത് അമേരിക്ക കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അവിടെ നബിമാർ വന്നിട്ടില്ല. അങ്ങനെ പരിശുദ്ധ ഇസ്ലാം ഇവിടെ മുത്തുനബിയുടെ വഫാത്തിന് ശേഷവും ഇസ്ലാം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആ നബിയുടെ വഫാത്ത് സംഭവിച്ചാൽ ഈ ഉമ്മത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് അറിയാനും അത് പറയാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണർത്താനും വേണ്ടി ഹിജ്റ 3-ാം വർഷത്തിൽ അവിടുന്ന് വഫാത്തായി എന്നൊരു അഭ്യൂഹം പരന്നു. അത് ഉഹുദിലാണ്. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലി ഷഹീദായി. ആ മുത്ത് നബി ഒരു കുഴിയിൽ വീണു. ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഴിയിൽ വീണപ്പോൾ ആ കുഴിയിൽ നിന്ന് മുത്ത് നബിയെ സ്വഹാബത്ത് എഴുന്നേൽപ്പിച്ചു. കുറെ ആളുകൾ പരിഭ്രാന്തരായി ഓടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവിയിൽ വിവരമെത്തി. ഉമർ റളിയല്ലാഹു അൻഹുവിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല, സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നബി വഫാത്താകുമോ അതവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ആ സമയത്താണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെടുന്നത്. ചരിത്രത്തിൽ കാണാം, നബിതങ്ങൾ വഫാത്തായി എന്ന് അഭ്യൂഹം പരന്നെങ്കിലും പിന്നീട് കാര്യം ക്ലിയറായി. അവിടുന്ന് മരിച്ചിട്ടില്ല. പിന്നെയും എത്രയോ കാലം ജീവിച്ചു. ആ ഉഹുദ് യുദ്ധത്തിൽ ചെറിയ പരിക്ക് സംഭവിച്ചു. ആ പരിക്കേറ്റതിന് ശേഷം പിന്നീട് ഇരുന്ന് നിസ്കരിച്ച സംഭവങ്ങൾ വരെ ഉണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, മരണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കെല്ലാം സംഭവിക്കും എന്ന ഒരു കാര്യം ഉറൂസിന് വരുമ്പോൾ ഓർമ്മയിൽ വേണം. ഈ ഖബറിൽ കഴിയുന്ന സയ്യിദ് ശരീഫുൽ മദനി തങ്ങളായാലും ഏത് വലിയ ഔലിയാക്കളായാലും അമ്പിയാക്കളായാലും അവർക്കെല്ലാം മരണത്തെ അല്ലാഹു നൽകിയതുപോലെ, ഓ ഉമ്മമാരെ, ഓ സഹോദരന്മാരെ, സഹോദരികളെ, കുല്ലു ബനി ഉൻസാ വഇൻ ത്വാലത് സലാമതുഹു യൗമൻ അലാലത്തിൻ ഹദ്ബാ മഹ്മൂലു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ
ബാനത്തു സുഅദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹ ലം യുഫദ മഖ്ബൂലു. ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്ന UAE-യിലെ അൽ ഐനിൽ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ള കഅബ് ഇബ്നു സുഹൈർ എന്ന സാഹിത്യകാരൻ തൻ്റെ ബാനത്ത് സുആദ് എന്ന കവിതാ സമാഹാരത്തിൽ പറയുന്നു, എല്ലാ ഉമ്മ പെറ്റ മനുഷ്യനും ഉമ്മയുടെ ഗർഭത്തിലൂടെ പുറത്തു വന്ന ഏതു മനുഷ്യനായാലും ഒരു ദിവസം അവൻ്റെ മയ്യിത്ത് കട്ടിലിൽ ചുമന്ന് കൊണ്ടുപോകപ്പെടും. ആ ഒരു ചിന്ത മനുഷ്യൻ്റെ കൽബിലുണ്ടാകലാണ് സിയാറത്ത് കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏത് ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും അത് ഓർമ്മയിൽ വേണം. ഞാനും ഒരു ദിവസം മരിക്കും. ഈ ഖബറിൽ കഴിയുന്ന ആളും ഞാനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അവർ വലിയ മഹാന്മാരാണ്. അവർക്കൊന്നും ഭയപ്പെടാനില്ല. അതേ സമയത്ത് സിയാറത്തിന് വേണ്ടി വന്ന ഞാനോ ധാരാളം കാര്യങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. നിസ്കാരം കുറേ ഖളായി പോയിട്ടുണ്ട്. റമദാനിലെ നോമ്പെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു പെണ്ണാണെങ്കിൽ ഭർത്താവിനെ അനുസരിക്കാതെ വന്നു പോയിട്ടുണ്ട്. ഒരു പുരുഷനാണെങ്കിൽ സ്ത്രീയോട് മര്യാദകേട് കാണിച്ചു പോയിട്ടുണ്ട്. മക്കളാണെങ്കിൽ ഉമ്മയെയും ബാപ്പയെയും വെറുപ്പിച്ചു പോയിട്ടുണ്ട്. മാതാവോ പിതാവോ ആണെങ്കിൽ മക്കളോട് പല ദ്രോഹവും ചെയ്തു പോയിട്ടുണ്ട്. അയൽവാസികളെ പരിഗണിക്കാതെ വന്നിട്ടുണ്ട്. ഇതര മതക്കാരായ ആളുകളോട് സൗമ്യതയോടുകൂടിയാണല്ലോ പെരുമാറേണ്ടത്. അവിടെ പല മോശവും വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖബറിൽ കഴിയുന്ന മനുഷ്യനും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് വലിയാണ്, ഇത് നബിയാണ്, ഇത് സ്വാലിഹായ മനുഷ്യനാണ്. അവരെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിക്കണം, പടച്ചവനെ, ഞാൻ ഈ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ എന്നേക്കാൾ എത്രയോ പദവിയുള്ള ആളാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഹാന്മാരായ ഔലിയാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറിൽ കഴിയുന്ന ഔലിയാക്കളിൽ നിന്ന് ഈ സിയാറത്ത് ചെയ്യുന്ന വ്യക്തിയിലേക്ക് പല ഗുണങ്ങളും ഈ മനുഷ്യനിലേക്ക് സന്നിവേശിക്കുന്നതാണ്. കാരണം നല്ല ആളുകളുടെ അടുത്ത് നിന്നാൽ നന്മ നമ്മിലേക്ക് പകരും. ചീത്ത ആളുകളെ സമീപത്ത് പോയി നിന്നാൽ ചീത്തയായ സ്വഭാവം നമ്മിലേക്ക് പകരും. മഹാന്മാരുടെ ഖബറിൻ്റെ അടുത്ത് പോയാൽ ആ ഖബറിൽ കഴിയുന്നത് നല്ല ആളായതുകൊണ്ട് നമുക്കും അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കും. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ആ മുത്തുനബിയെ മറവു ചെയ്യുകയും ചെയ്തപ്പോൾ എവിടെയാണ് മുത്തുനബിയുടെ ജനാസ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ ഇടയിൽ ചർച്ച വന്നു. റസൂലുള്ളാഹി വഫാത്തായി എന്ന് ഉറപ്പായപ്പോൾ അവിടുത്തെ ശരീരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബനം നടത്തുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബനം നടത്തുന്നു. കാരണം മുതബറക്കായ ആളായതുകൊണ്ട് ആ ജനാസയെ ബഹുമാനിക്കുന്നു, ചുംബിക്കുന്നു. ആ ചുംബനം നടത്തിയതിനു ശേഷം ഈ ജനാസ എവിടെയാണ് മറവ് ചെയ്യേണ്ടത്? ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകണമോ അല്ല വേറെ എങ്ങോട്ടെങ്കിലുമാണോ കൊണ്ടുപോകേണ്ടത്? അപ്പോഴാണ് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാതെ പോയിട്ടില്ല. മകാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ കാര്യങ്ങളും അറിയിക്കുന്ന സ്വഹാബത്തിന് മുഴുവൻ തർബിയത്ത് നൽകിക്കൊണ്ടാണല്ലോ അവിടുന്ന് വഫാത്തായത്. എവിടെയാണോ ഒരു നബി വഫാത്താകുന്നത് ആ വഫാത്തായ സ്ഥലത്താണ് നബിയെ മറവ് ചെയ്യേണ്ടത്. സാധാരണക്കാർ അങ്ങനെയല്ല. അവർ മരിച്ചാൽ അവരെ മറവ് ചെയ്യേണ്ടത് ആ മരിച്ച നാട്ടിൽ ഏതെങ്കിലും സ്ഥലത്ത് മറവ് ചെയ്താൽ മതി. ഒരു നബി മരണപ്പെട്ടാൽ ആ നബിയുടെ
മറവ് ചെയ്യേണ്ടത്, നബിയെ മറവ് ചെയ്യേണ്ടത് ആ മരിച്ച സ്ഥലത്ത് തന്നെ. അങ്ങനെയാണ് അതിൻ്റെ നിയമം. എന്നാൽ മക്കത്താണ് മരിക്കുന്നതെങ്കിൽ, മദീനത്താണ് മരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ മറവ് ചെയ്യുന്നു, നാട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല. അതേ സമയത്ത് റിയാദിലോ ദമാമിലോ ഖത്തറിലോ കുവൈത്തിലോ ആണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ആ മയ്യിത്ത് അവൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ ഖബർ ഉള്ള സ്ഥലത്ത് കൊണ്ടുവരൽ അനുവദനീയമാണ്. എന്നാൽ മക്കയിലോ മദീനയിലോ ആണ് വഫാത്ത് സംഭവിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല, അവിടെ തന്നെയാണ് മറവ് ചെയ്യേണ്ടത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ആ ആയിഷ ബീവിയുടെ റൂമിൽ അവിടെയാണ് വഫാത്തായത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് നബി വഫാത്തായത്. അവിടെ തന്നെ മറവ് ചെയ്യുന്നു. ആ മറവ് ചെയ്ത സ്ഥലത്ത് 2 ഖബറിന് അവിടെ ഇനിയും സ്ഥലം ബാക്കിയുണ്ട്. ആ സ്ഥലത്ത് എൻ്റെ ഖബർ ആകണം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നു. കാരണം മഹാന്മാരുടെ ഖബറിൻ്റെ അടുത്ത് ഒരു ഖബർ കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാകുന്നു. ഒരു വലിയിൻ്റെ സമീപത്തൊരു ഖബർ കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. ഒരു നബിയുടെ ഖബറിൻ്റെ അടുത്തൊരു ഖബർ കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നു, എൻ്റെ ഖബർ മുത്ത് നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് ആയിത്തീരണം. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയാകുന്ന മകൾ ബാപ്പയുടെ ആഗ്രഹം പൂർത്തിയാക്കി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളയിൽ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തു. അസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഖലീഫത റസൂലില്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സലാം പറഞ്ഞുകൊണ്ട് നാം റൗളയിൽ പ്രവേശിക്കുന്നു. ഇനി അവിടെ ഒരു ഖബറിന് സ്ഥലം ബാക്കിയുണ്ട്. ആ സ്ഥലം എനിക്ക് വേണം എന്ന് ആയിഷ ബീവി നേരത്തെ ആഗ്രഹിച്ചു. കാരണം ആയിഷ ബീവിയുടെ റൂമാണ്, ആയിഷ ബീവിയുടെ ഭൂമിയാണ്. ഭർത്താവായ മുത്ത് നബിയുടെ സമീപത്ത്, ബാപ്പയായ അബൂബക്കർ സിദ്ദീഖിൻ്റെ സമീപത്ത് കിടക്കണമെന്ന് ആയിഷ ബീവി ആഗ്രഹിക്കുകയാണ്. മരിച്ചുപോയാൽ എല്ലാം കഴിഞ്ഞു എന്നല്ല സ്വഹാബത്ത് മനസ്സിലാക്കുന്നത്, മറിച്ച് ആ ഖബർ ഷരീഫിൻ്റെ അടുത്ത് ബർക്കത്തുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശത്രു വന്ന് കുത്തുകയും ആ കുത്തേറ്റ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിഹ്റാബിൽ വീഴുകയും ആ ശരീരം വളരെ പെട്ടെന്ന് പള്ളിയുടെ മറുഭാഗത്തേക്ക് എടുത്തു കൊണ്ടുപോവുകയും അമീറുൽ മോമിനീന് പാല് കൊടുക്കുന്നു, തേൻ കൊടുക്കുന്നു. തേനും പാലും അമീറുൽ മോമിനീനായ ഉമർ ബിൻ ഖത്താബിൻ്റെ വയറ്റിൽ മുറിവേറ്റ സ്ഥലത്ത് നിന്ന് ആ തേനും പാലും പുറത്തേക്ക് ഒഴിഞ്ഞു പോവുകയാണ്. മരണം ഉറപ്പായി. ഇബ്നു അബ്ബാസ് അടുത്തേക്ക് വന്ന് പറഞ്ഞ്, യാ അമീറൽ മുഅ്മിനീൻ അൻത മുവഫഖുൻ, നിങ്ങൾ വലിയ ഭാഗ്യമുള്ള ആളാണ്. കാരണം റസൂലുള്ളാഹിക്ക് നിങ്ങളോട് വളരെ ഇഷ്ടമായിരുന്നു, നിങ്ങളോട് മുത്തുനബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ റബ്ബ് സാധിപ്പിച്ചു തന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അമീറുൽ മോമിനിന്റെ മറുപടി, ലൗകാന കഫാഫ, എൻ്റെ നന്മയും തിന്മയും തുല്യമായാൽ മതിയായിരുന്നു. ഞാൻ ബേജാറിലാണ്, എൻ്റെ അമലൊക്കെ അല്ലാഹ് കബൂലാക്കിയോ എന്ന ബേജാറിലാണ്. ആ അമീറുൽ മോമിനീൻ ഉമർ മരണത്തിൻ്റെ സമയത്ത് വസിയ്യത്ത് ചെയ്തു, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ ആ മുത്ത് നബിയുടെ ഖബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യണം, അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ സ്ഥലമില്ലല്ലോ, എന്തു ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യ്, സക്കറാത്തിൻ്റെ സമയത്താണ് ഈ വസിയ്യത്ത്, മരണത്തിൻ്റെ വേദനയിലാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മകനായ അബ്ദുല്ലാഹിബ്നു ഉമറിനെ വിളിച്ചു,
ഇബ്നു ഉമറിനോട് പറയുന്നു, മോനെ, നിന്റെ തുണി അല്പം താഴെയാണല്ലോ ഉടുത്തിട്ടുള്ളത്, തുണിയൊന്ന് കയറ്റി ഉടുക്ക്. സുബ്ഹാനല്ലാഹ്. അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ. അത് മരണത്തിൻ്റെ തൊട്ടടുത്ത സമയത്ത് പോലും അത് നിർവഹിച്ച വലിയ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ള എന്ന് പറയുന്ന മകനോട് ഏൽപ്പിക്കുന്നു, നീ ഉടനെ ആയിഷ ബീവിൻ്റെ അടുത്ത് പോകണം, എന്നിട്ട് പറയണം, എൻ്റെ ബാപ്പ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചതാണ്, ബാപ്പക്ക് മരണം വളരെ അടുത്തിട്ടുണ്ട്, ആ ജനാസ ആ റൂമിൽ ഒന്ന് മറവ് ചെയ്യട്ടെ. ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആയിഷ ബീവിൻ്റെ അടുത്ത് ചെല്ലുന്നു, എന്നിട്ട് പറയുന്നു, യാ ഉമ്മൽ മുഅ്മിനീൻ, എൻ്റെ ഉപ്പക്കൊരാഗ്രഹമുണ്ട്, ആ ഉപ്പയുടെ ഖബർ മുത്ത് നബിയുടെ ഖബറിൻ്റെ അടുത്ത് ആവണമെന്നൊരാഗ്രഹമുണ്ട്. ഉടനെ ആയിഷ ബീവി എന്ത് ചെയ്യുന്നു? യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ലഹും ഖസാസ. മുഅ്മിനീങ്ങളായ ആളുകളുടെ സ്വഭാവം സ്വന്തം ശരീരത്തെക്കാൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആയിഷ ബീവി സ്വന്തം ശരീരത്തിന് വേണ്ടി കണ്ടുവച്ച ആ ഖബർ ശരീഫിനുള്ള സ്ഥലം അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബിന് നൽകുന്നു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ ആ റൗളയുടെ കെട്ടിൽ മറവ് ചെയ്യുന്നു. ആയിഷ ബീവിക്ക് അവിടെ സ്ഥലം കിട്ടിയില്ല. ആയിഷ ബീവിയുടെ ഖബർ എവിടെ? ജന്നത്തുൽ ബഖീഇൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ ഭാഗത്താണ് ആയിഷ ബീവിയുടെ ഖബറുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, മഹാന്മാരായ ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, ഞാനും മരിക്കുമല്ലോ, ഞാൻ മരിച്ചാൽ എൻ്റെ സ്ഥിതി എന്തായിരിക്കും? ബഹുമാനപ്പെട്ട ഉള്ളാളത്ത് വിശ്രമിക്കുന്ന ഷരീഫുൽ മദനി തങ്ങൾ, മടവൂരിൽ വിശ്രമിക്കുന്ന ഷെയ്ഖ് ബഹുമാനപ്പെട്ട മടവൂർ അബൂബക്കർ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ, ആ വലിയ മഹാനവറുകൾ ഭാഗ്യമുള്ള ആളാണ്. എത്ര ആളുകളാണ് സിയാറത്ത് ചെയ്യുന്നത്? ആ സിയാറത്ത് ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ റഫഇ ദറജതഹു, പടച്ചവനെ അവരെ ദർജ നീ ഉയർത്തിക്കൊടുക്കണേ എന്ന് ദുആർക്കുന്നു. മദനി തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് മുഅ്മിനീങ്ങൾ ദുആർക്കുന്നു, അദ്ദേഹത്തിന് പദവി നീ ഉയർത്തിക്കൊടുക്കണേ. അങ്ങനെ അവരെ പദവി ഇങ്ങനെ ഉയരുകയാണ്. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ മുഖറബായി മാറുകയാണ്. എന്നാൽ സാധുവായ ഞാൻ മരണപ്പെട്ടാൽ ആരുണ്ട് എൻ്റെ സിയാറത്ത് ചെയ്യാൻ വരാൻ? എന്നെ ആര് സിയാറത്ത് ചെയ്യാൻ വരും? എൻ്റെ മക്കളെന്നെ സിയാറത്ത് ചെയ്യാൻ വരുമോ? എൻ്റെ കുടുംബം എന്നെ ഓർക്കുമോ? എന്നെ ആര് സിയാറത്ത് ചെയ്യാനാണ്? അതുകൊണ്ട് അള്ളാഹുവേ, ഞാനിവിടെ വന്നത്, ഈ ഖബറിൻ്റെ അടുക്കൽ ഞാൻ വന്നത്, നീ എനിക്ക് പൊരുത്തം തരണം. എന്നിട്ട് ഈ മഹാനായ ഈ വലിയ മനുഷ്യനോടുള്ള സ്നേഹത്തിൻ്റെ കാരണം കൊണ്ട് നീ എനിക്ക് വലിയ വിജയം തരണം അല്ലാഹ്. ഇതുപോലൊരു മരണം ഈ മഹാന്മാരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മരിക്കും എന്നൊരു ചിന്ത കൽബിൽ വരണം. രണ്ടാമത്, ഈ ഖബറിൽ കഴിയുന്ന ആളുകൾ, ഈ ഔലിയാക്കൾ വലിയ ഭാഗ്യമുള്ളവരാണ്. അതുപോലത്തെ ഭാഗ്യമൊന്നും ഇല്ലാത്ത ഈ പാവപ്പെട്ടവന് ഈ ഖബറിൽ കഴിയുന്നവരുടെ ഏതെങ്കിലും ഒരു സിഫത്ത് എനിക്ക് നീ തരുമോ? ഇവരെന്തെല്ലാം ഗുണം ചെയ്ത ആളുകളാണ്, അവരുടെ ആ ഗുണത്തിൻ്റെ ഫലമായിട്ടാണ് അവരെ സിയാറത്ത് ചെയ്യാൻ ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. താജുൽ ഉലമ എട്ടിക്കുളത്ത് വിശ്രമിക്കുന്നു. അവരെ പ്രിയപ്പെട്ട മകൻ ഖുറാ തങ്ങൾ, അവരും അതാ ഖബറിൽ വിശ്രമിക്കുന്നു. അവർക്കെല്ലാം കിട്ടിയ വലിയ ഭാഗ്യം. ധാരാളം ആളുകൾ അവരെ സിയാറത്ത് ചെയ്യുന്നു. ആ സിയാറത്തിലൂടെ അവരുടെ പദവികൾ ഉയരുന്നു. ഈ ഭാഗ്യമൊന്നും എനിക്ക് കിട്ടാനില്ലല്ലോ റബ്ബേ എന്ന ചിന്ത നമ്മളെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ ആ ഖബറിൻ്റെ അടുത്ത് നിന്ന് കരയുന്നു. മൂന്നാമതായി, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഖുർആനിൽ നീ ഏറ്റവും നല്ല കൂട്ടുകാരായി എണ്ണിയത് ആരെയാണോ
അവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ കൂട്ടുകാരായി വരേണ്ടത്. കഴിഞ്ഞ കൊല്ലം ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ലൊരു കൂട്ടുകാരൻ എനിക്ക് ഹജ്ജ് വേളയിൽ കിട്ടി. ഞാൻ കഴിഞ്ഞ കൊല്ലം ഉംറക്ക് പോയിരുന്നു. ആ ഉംറയിൽ എനിക്കൊരു നല്ല കൂട്ടുകാരനെ കിട്ടി. ആ കൂട്ടുകാരനാണ് ഇപ്പോൾ എൻ്റെ എല്ലാ വിഷയത്തിലും എൻ്റെ എല്ലാ കാര്യത്തിലും അയാൾ ഇടപെടുന്നു. ദിവസവും ഞാൻ അയാൾക്ക് ഫോൺ ചെയ്യാറുണ്ട്, അയാൾ എനിക്കും ഫോൺ ചെയ്യാറുണ്ട്. എൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങൾ തമ്മിൽ നല്ല ക്ലോസാണ്, നല്ല സൗഹൃദമാണ്. ആ സൗഹൃദം തുടങ്ങിയത് കഴിഞ്ഞ കൊല്ലമാണ്. എന്നാൽ ആ നല്ല ആളാണെന്ന് കരുതുന്ന കൂട്ടുകാരൻ ഒരു വ്യാജത്തരീക്കത്തിൽ മെമ്പറായാൽ മെല്ലെ മെല്ലെ ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളും ആ വൃത്തികേടിൽ ചെന്നു ചാടാൻ സാധ്യതയില്ലേ? നമ്മൾ ആ കൂട്ടുകാരൻ അയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അറിയാതെ അവൻ്റെ ആ വൃത്തികേട് നമ്മിലേക്കും പകരുകയില്ലേ? അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയുന്നു, ഇത്തബിഉൽ അംവാത്, നിങ്ങൾ മരിച്ചവരെ പിന്തുടരുവീൻ, മരിച്ചവരെ പിന്തുടരണം. ഫഇന്നൽ ഹയ്യ ലാ യുഅ്മൻ, ജീവിച്ചിരിക്കുന്ന ആളുകളെ പറ്റി നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അദ്ദേഹം ചിലപ്പോൾ പെട്ടെന്ന് ട്രാക്ക് മാറും. ട്രാക്ക് മാറിയാൽ അയാളെ സ്നേഹിച്ച നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് മഹാന്മാരായ മരണപ്പെട്ടുപോയ മഹാന്മാരുടെ വഴി നീ പിന്തുടർന്നോളൂ. അവർ നിന്നെ ചതിക്കുകയില്ല. അവര് നിന്നെ ഒരിക്കലും ചതിക്കൂല. നിന്നെ ചതിക്കാൻ സാധ്യതയുള്ളത് ജീവിച്ചിരിക്കുന്ന ആളുകളെ മാത്രം നീ കൂട്ടുപിടിച്ചാൽ നീ ചിലപ്പോൾ അപകടത്തിൽപ്പെടും. മരണപ്പെട്ട മഹാന്മാരെ നീ കൂട്ടുപിടിച്ചാൽ നീ തെറ്റിപ്പോകൂല. ഫഇന്നൽ ഹയ്യ ലാ യുഅ്മൻ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് പറയുന്നു, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ, അതാരാണ്? മുഹമ്മദ് നബിയുടെ സഹാബിമാരാണ്. അവരെ നീ മുറുകെ പിടിച്ചോളൂ, അവരുടെ വഴി നീ സ്വീകരിച്ചോളൂ. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഏറ്റവും നല്ല കൂട്ടുകാർ 4 ആളുകളാണ്. 4 ആളുകളെ കൂട്ടുകാരായി മുറുകെ പിടിച്ചോളൂ. ഒരിക്കലും നീ അപകടപ്പെടൂല. നിന്നെ അവർ രക്ഷപ്പെടുത്തും. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നവർ. എൻ്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. എല്ലാ ഓലിമാരും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശി എന്നോവർ. മഹാന്മാരോട് ബന്ധപ്പെട്ടാൽ അത് വലിയ ഗുണമാണ്. മഹാന്മാരുമായി ബന്ധപ്പെട്ടാൽ ബറക്കത്താണ്. അവരെ ഖബർ സിയാറത്ത് ചെയ്താൽ വിജയമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. എന്തെങ്കിലും ബേജാറ് വരുമ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ ഖബർ പോയി സിയാറത്ത് ചെയ്യും. അതുപോലെ ഇപ്പരിസരത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാൽ തവസ്സുലാക്കി ദുആ ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. ആ സിയാറത്തിലൂടെ ലഭിക്കുന്ന വലിയ ഭാഗ്യം അവർ നമ്മളെ കൂട്ടുകാരായി മാറുന്നു. അവര് കൂട്ടുകാരായി തീർന്നാൽ വഹസുന ഉലൈക റഫീഖാ,
ഏറ്റവും നല്ല കൂട്ടുകാർ. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന. ഒന്ന് അമ്പിയാക്കളാണ്. അമ്പിയാക്കളെ കൂട്ടുകാരായി മുറുകെ പിടിച്ചോളൂ. ആ അമ്പിയാക്കളെ എന്നും ഓർത്തോളൂ. ആ അമ്പിയാക്കളെ എന്നും പറഞ്ഞോളൂ. ആ അമ്പിയാക്കൾക്ക് സലാം പറഞ്ഞോളൂ. അവർ മരണപ്പെട്ടതിന് ശേഷവും അവർക്കിങ്ങനെ സലാം പറയണം. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം ബന്ധപ്പെട്ടാൽ പോരാ, അവർ മരണപ്പെട്ടതിന് ശേഷവും അവർക്ക് സലാം പറയണം. അതാണ് നിസ്കാരത്തിലുള്ളത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ വിശ്രമിക്കുന്ന മുത്ത് നബിക്ക് ദിവസവും സലാം പറഞ്ഞോളൂ. അത്തഹിയാത്തുവിൽ നീ ആ നബിക്ക് സലാം പറഞ്ഞോളൂ. സാധാരണ സലാമല്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടിക്കോളൂ, വബറകാതുഹു എന്നും കൂട്ടിക്കോളൂ. ബാപ്പക്ക് സലാം പറയുമ്പോൾ അത്ര കണിശമല്ല അത്. ഉമ്മക്ക് സലാം പറയുമ്പോൾ റഹ്മത്തുള്ളാഹി വബറകാതുഹു കണിശമല്ല. മുത്ത് നബിക്ക് സലാം പറയുമ്പോൾ റഹ്മത്തുള്ള കൂട്ടുന്നു, വബറകാതുഹു കൂട്ടുന്നു. അങ്ങനെ ഒരു ദിവസം 5 തവണ നിർബന്ധമായി ആ നബിക്ക് നീ സലാം പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ നബി എൻ്റെ കൂട്ടുകാരനായി മാറി. എങ്ങനെ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരാണെന്ന് പറയും? പുതിയ നിലപാടുകാർ, ബിദ്അത്തിന്റെ ആശയക്കാർ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് ഇസ്ലാമുമായി വലിയ ബന്ധം എങ്ങനെ ഉണ്ടാകും? അവർക്ക് നബിമാർ കൂട്ടുകാരല്ല, നമുക്ക് നബിമാർ കൂട്ടുകാരാണ്. എല്ലാ സമയത്തും ആ മുത്തുനബിയെ ഓർക്കുന്നു. മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഫഹുവ മബ്ഊദുൻ അൻ റഹ്മത്തില്ലാ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് പറയുമ്പോൾ സ്വലാത്തു ചൊല്ലാത്തവൻ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തു ചൊല്ലാത്തവൻ റഹ്മത്തിൽ നിന്ന് ദൂരെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ മുത്തുനബിയാകണം. ആ നേതാവിൻ്റെ പേരാണ് മക്കൾക്ക് ഇടുന്നത്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിനൊരു മകനുണ്ടായപ്പോൾ ആ മകന് ഷാഫി ഇമാമ് പേരിട്ടു, മുഹമ്മദ് എന്ന് പേരിട്ടു. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم. മുഹമ്മദുൽ ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈജിപ്തിലെ മധ്യധരണിയായുടെ തീരത്ത് അലക്സാണ്ട്രിയ പട്ടണത്തിലാണ് അവരുടെ ഖബറുള്ളത്. ആ ഖബറിൻ്റെ ഉള്ളിലതാ ഖസീദത്തുൽ ബുർദ മുഴുവനും ആ മഖാമിൻ്റെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ബെയ്ത്തുകളിൽ ഒരു വരി കാണാം, യാ റസൂലല്ലാഹ് എന്ന് മുത്തുനബിയെ വിളിച്ചുകൊണ്ട് ബൂസിരിമാം പറയുന്നു, ഫഇന്നലി ദിമ്മത്തൻ മിന്നു ബിതസ്മിയത്തി മുഹമ്മദാ. അല്ലാഹുവിൻ്റെ ഹബീബേ, എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. എന്താണ് ആ ബന്ധം? എൻ്റെ ഉമ്മയും ബാപ്പയും എനിക്ക് പേരിട്ട് നിങ്ങളെ പേരാണ്. അതുകൊണ്ട് ആ പേര് എനിക്ക് ഉള്ളത് കൊണ്ട് നിങ്ങളും ഞാനും ഒരു വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ആ മുത്ത് നബിയോട് അതാ മുഹമ്മദുൽ ബൂസൂരി ബന്ധപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല കൂട്ടുകാർ അമ്പിയാക്കളാണ്. വസ്സുദ്ദീഖീൻ. പിന്നെ ആരാണ്? ഔലിയാക്കളാണ്. ഔലിയാക്കളും നമ്മളെ ബന്ധപ്പെട്ടവരാണ്. ഔലിയാക്കളോട് നമ്മൾ ബന്ധപ്പെടാനുള്ള കാരണം, ഔലിയാക്കൾക്ക് ഭയമില്ല, ഔലിയാക്കൾക്ക് ദുഃഖമില്ല, ഔലിയാക്കൾ നിർഭയരാണ്. ഔലിയാക്കളല്ലാത്തവരോ ഭൂമിയിൽ ഭയവിഹ്വലരാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്ക് പലതിനെയും പേടിയുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക്, ഈ സദസ്സിൽ പങ്കെടുത്ത സഹോദരിമാർക്ക് പല വിഷയത്തിലും ഭയമുണ്ട്. എന്നാൽ ദുനിയാവിൻ്റെ ഒരു ഭയവും ഇല്ലാത്തവരാണ് ഔലിയാക്കൾ. ദുനിയാവിൻ്റെ ഒരു ഭയവും അവർക്കില്ല.
അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ അറിയുന്നുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്നെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ എനിക്കെന്ത് ദുഃഖമാണ്. സുന്നത്തായ ഹജ്ജിന് പുറപ്പെടുന്നു ഒരു സഹോദരൻ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഒരാൾ സുന്നത്തായ ഹജ്ജിന് പുറപ്പെടുകയാണ്. ആ ഹജ്ജിന് പോകുന്ന സമയത്ത് യാത്രാമധ്യേ അദ്ദേഹം ഒരു കിണറ്റിൽ വീഴുന്നു. ആ കിണറ്റിൻ്റെ അടിയിൽ അയാൾ കിടക്കുന്നു. കിണറിൻ്റെ മുകളിലേക്ക് പിടിച്ചു കയറാൻ കഴിയുന്നില്ല. കിണറ്റിൻ്റെ അടിയിൽ അയാൾ നിൽക്കുന്നു. മുകളിലേക്ക് എത്താനൊരു മാർഗവുമില്ല. ആ സമയത്ത് ആ മഹാൻ ആരാണ് സഹോദരന്മാരെ? ഒരു നിസ്കാരവും ഖളാഇല്ലാത്ത, ഒരു ഹറാമ് ചെയ്തിട്ടില്ലാത്ത, ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, ഒരു ഗീബത്ത് പറയാത്ത, ഒരു നമീമത്തും പറയാത്ത, ഒരു കളവും പറയാത്ത, ഒരു ഫസാദും ഉണ്ടാക്കാത്ത ഒരു നല്ല മനുഷ്യൻ സുന്നത്തായ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു കിണറിൽ വീഴുന്നു, ഒരു കുഴിയിൽ വീഴുന്നു. ആ കുഴിയിൽ കിടക്കുന്ന സമയം അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഈ കിണറിൻ്റെ അടിയിൽ വെച്ച് ഉറക്കെ ഒന്ന് വിളിക്കട്ടെ, ജനങ്ങളെ ഓടി വരുവീൻ എന്ന് ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. പറഞ്ഞാൽ ആളുകൾ ആരെങ്കിലും ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തുമായിരിക്കും. പക്ഷേ അദ്ദേഹം തീരുമാനിച്ചു, ഇല്ല, ഒരാളെയും ഞാൻ ഇവിടെ വെച്ച് വിളിക്കുകയില്ല, ഒരാളെയും ഞാൻ ഇവിടെ വെച്ച് വിളിക്കുകയില്ല. കാരണം എൻ്റെ എല്ലാം അറിയുന്ന റബ്ബാണ്. ആ റബ്ബിനോട് ഞാൻ വഞ്ചന കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ആ റബ്ബ് എന്നെ ഒരിക്കലും അപായപ്പെടുത്തുകയില്ല. ആ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ആരോടും സഹായം ചോദിച്ചില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. ആ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് ആ മനുഷ്യനിങ്ങനെ ആലോചിക്കുകയാണ്, മുകളിലേക്ക് എത്താൻ എന്താണ് വഴി? ഒരു വഴിയും കാണുന്നില്ല. അപ്പോഴാണ് ആ കിണറിൻ്റെ അടുത്ത് ഒരാൾക്കൂട്ടം. ആ ആൾക്കൂട്ടം എന്താണ് പറയുന്നത്? അവർ പറയുന്നതൊക്കെ അദ്ദേഹം ഇങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹം കേൾക്കുന്നു, എന്ത്? ഈ കിണറിൻ്റെ മുകളിൽ അൾമറ ഇല്ലാത്തത് കൊണ്ട് ഇതിലാരെങ്കിലുമൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കിണറൊന്ന് അടയ്ക്കാം. അങ്ങനെ കുറേ ആളുകൾ പലക കൊണ്ടുവന്ന് ആ കിണർ അടക്കാൻ തുടങ്ങി. ആരും വീഴാതിരിക്കാൻ. ഒരാൾ വീണതുണ്ട്, അതവർ കണ്ടിട്ടില്ല. അദ്ദേഹം ആ കിണറിൻ്റെ അടിയിൽ വെച്ച് ആലോചിച്ചു, ആരും വീഴാതിരിക്കാൻ ഈ കിണറിൻ്റെ ടോപ്പ് മൂടുന്ന പ്രവർത്തനം സജീവമായി നടക്കുകയാണ്. ഞാൻ അവരോടൊന്ന് പറഞ്ഞാലോ, എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് ഞാനൊന്ന് പറഞ്ഞാലോ? ആ മനുഷ്യൻ ആലോചിക്കുന്നു, പക്ഷേ പറഞ്ഞില്ല. കാരണം ഏറ്റവും വലിയ റബ്ബ്, ആ റബ്ബ് എന്നെ കാണുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടം അറിയുന്ന റബ്ബ്, മനസ്സിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കുന്ന മുഴുവൻ രഹസ്യങ്ങളും അറിയുന്ന റബ്ബ്. പാതിരാ സമയത്ത് ഭർത്താവ് അറിയാതെ അടുത്ത വീട്ടിലെ യുവാവുമായി വ്യഭിചാരത്തിലേർപ്പെടുന്ന സഹോദരി, സുബ്ഹാനല്ലാഹ്, ഭാര്യയെ വഞ്ചിക്കുന്ന പുരുഷൻ, എല്ലാം റബ്ബ് കാണുന്നുണ്ട്. റബ്ബ് കാണാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ആ വലിയ ആ കിണറിൻ്റെ ഉള്ളിൽ നിന്ന് ആലോചിക്കുകയാണ്, ഈ കിണറിൻ്റെ മുകളിൽ പലക കൊണ്ട് മൂടുന്നവരോട് ഞാനൊന്ന് പറഞ്ഞാലോ? പറഞ്ഞില്ല. അവർ പണിയെല്ലാം ക്ലിയറാക്കി അവർ പോകുന്നു. ഈ കിണറ്റിൻ്റെ അടിയിലുള്ള വെള്ളത്തിലേക്ക്
സൂര്യൻ്റെ പ്രകാശം ലഭിക്കാൻ വേണ്ടി ഏറ്റവും ടോപ്പിൽ ഒരു ദ്വാരം അവശേഷിപ്പിച്ചുകൊണ്ട് അവർ പോയി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വലിയ ഇങ്ങനെ ചിന്തിക്കുന്നു, എല്ലാം കഴിഞ്ഞു, തുറന്നു കിടന്ന കിണർ അടച്ചു, ഇനി എങ്ങനെയാണ് എനിക്ക് പുറത്തു പോകാൻ കഴിയുക? അള്ളാഹു എന്നെ രക്ഷപ്പെടുത്താതിരിക്കുകയില്ല. വിഖായത്തുല്ലാഹി അഗ്നത അൻ മുളാഫത്തിൻ മിനദ്ദുറുഇ വഅൻ ആലിം മിനൽ അകമീ. സൗർ എന്ന് പറയുന്ന ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളിച്ചു കഴിയുന്ന സമയത്ത് ചിലന്ത് വന്ന് കൂടികെട്ടി. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുമി. എല്ലാം ആ റബ്ബിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അവൻ്റെ നിയന്ത്രണത്തിന് മുകളിലൊരാൾക്കൊരു നിയന്ത്രണവുമില്ല. മറ്റെല്ലാവരുടെ നിയന്ത്രണത്തിൻ്റെയും മുകളിൽ ആ റബ്ബിനോട് നിയന്ത്രണമുണ്ട്. ആ റബ്ബ് സഹായിക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു വഞ്ചനയും നടത്താത്ത, ഒരു ഫർളും നഷ്ടപ്പെടുത്താത്ത, തഹജ്ജുദ് നിസ്കരിക്കുന്ന, വിത്ർ നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, അൽ കഹ്ഫ് ചൊല്ലുന്ന, ഹദ്ദാദ് പതിവാക്കുന്ന ആ നല്ല മനുഷ്യൻ ആ കിണറ്റിൻ്റെ അടിയിലെങ്ങനെ കഴിയുമ്പോൾ അതാ ഒരു ദിവസം രാവിലെ ഒരു മൃഗം ആ മുകളിലുള്ള പലകയുടെ നടുവിലുള്ള ദ്വാരത്തിലൂടെ മെല്ലെ താഴോട്ട് കൈ ഇങ്ങനെ നീട്ടുന്നതായി അദ്ദേഹം കണ്ടു. കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് എൻ്റെ റബ്ബ് എന്നെ സഹായിക്കാൻ പറഞ്ഞൊരു ഉപാധിയാണ്. ഈ ഉപാധി ഞാൻ സ്വീകരിക്കട്ടെ എന്ന് കരുതി ആ കാൽ താഴോട്ടിട്ട ജീവിയുടെ കാലിൽ ആ വലിയതാ പിടിക്കുന്നു. ആ മൃഗം ആ മനുഷ്യനെ കിണറ്റിൻ്റെ അടിയിൽ നിന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റുന്നു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ. സൂറത്ത് യൂനുസിൽ അല്ലാഹ് പറയുന്നു, ഔലിയാക്കൾ സാധാരണക്കാരല്ല, നല്ല മനക്കരുത്തിൻ്റെ ഉടമകളാണ്. ഒരു കള്ളത്തരം ചെയ്യാത്ത നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ്. റബ്ബ് അവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവർ ദുആ ചെയ്താൽ ഉത്തരമുണ്ട്. റുബാശ സാഗ്ബറ ലൗ അഖ്സമ അലല്ലാഹി ലാ അബറഹു മദ്ഫൂഇൻ ബിൽ അബ്വാബായ, മുടി ചീകി വെക്കാത്തവരായ, കണ്ടാൽ ആരും തിരിഞ്ഞു നോക്കാൻ തോന്നാത്ത രൂപത്തിലുള്ള നല്ല എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരെ കൽബ് ഏറ്റവും ശുദ്ധിയുള്ള കൽബാണ്. റബ്ബിനോട് വഞ്ചന ചെയ്യാത്തവരാണ്. അതാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ പട്ടികയിൽപ്പെട്ടവരാണ് ഈ മഖാമുകളിൽ വിശ്രമിക്കുന്ന പഴയ കാലത്തുള്ള ആ മഹാന്മാർ. അവരെ നീ മുറുകെ പിടിച്ചോളൂ. നിസ്കാരം നീ ഖളാക്കുന്നവനാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങണം. എന്നിട്ട് നിസ്കാരം നീ കൃത്യമായി നിർവഹിക്കാൻ തുടങ്ങണം. നോമ്പ് നീ നോൽക്കാത്ത സ്വഭാവക്കാരനാണെങ്കിൽ നീ നോമ്പ് നോൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണം. ആ മഖാമിൻ്റെ അടുത്ത് വന്നിട്ട് നീ പറയണം, റബ്ബേ, നീ വിളിക്കുന്നത് അള്ളാഹുവിനെയാണ്, നീ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോടാണ്. പക്ഷേ ആ മഹാന്മാരെ സമീപത്ത് വെച്ച് നീ അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മഹാന്മാർ സാക്ഷികളാണ്. നിന്റെ ദുആ ഖബൂൽ ചെയ്യപ്പെടും. അവിടെ വെച്ച് നീ പറഞ്ഞോളൂ, ഞാൻ ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോവുകയില്ല, ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല, ഭാര്യയെ ഞാൻ തല്ലുകയില്ല, മാതാപിതാക്കളോട് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല, എൻ്റെ അയൽവാസികളോട് ഞാൻ ദ്രോഹം ചെയ്യുകയില്ല, എൻ്റെ ഭാര്യയെ ഞാൻ വേദനിപ്പിക്കുകയില്ല, എൻ്റെ ഭർത്താവിനെ ഞാൻ കബളിപ്പിക്കുകയില്ല എന്ന് നീ ആ ഖബറിൻ്റെ അടുക്കൽ വെച്ച് പ്രതിജ്ഞ എടുത്തോളൂ. ആ ഖബറിൽ കഴിയുന്ന മഹാന്മാർ
വളരെ മഹത്വമുള്ള ജീവിതം നയിച്ചവരാണ്. ഇബ്രാഹിമിന് അദ്ഹമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? വലിയ മഹാനാണ്. ആ ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മഹാനവർകൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പക്ഷിയെ കണ്ടു. ആ പക്ഷി ഒരു അപ്പത്തിന്റെ കഷണം വായിൽ വെച്ചുകൊണ്ട് പക്ഷി പറക്കുകയാണ്. ഇബ്രാഹിമിന് അദ്ഹം ചിന്തിച്ചു, ഈ പക്ഷി എങ്ങോട്ടാണ് പോകുന്നത്? ഈ പക്ഷി എങ്ങോട്ടാണ് ഈ അപ്പക്കഷണവുമായി പോകുന്നത്? ആ പക്ഷിയെ പിന്തുടരാൻ ഇബ്രാഹിമിന് അദ്ഹം ആലോചിച്ചു. ഔലിയാക്കൾ അങ്ങനെയാണ്. മടവൂർ ശൈഖിന്റെ സമീപത്ത് ഒരാൾ 5 ലക്ഷം രൂപ, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു കെട്ട് അതുമായി വന്ന് മടവൂർ ശൈഖിന്റെ കയ്യിൽ അത് കൊടുത്തു. ശൈഖ് അവറുകൾ ആ നോട്ടിന്റെ കെട്ട് എണ്ണി നോക്കുന്നില്ല. കാരണം പണത്തോട് ആഗ്രഹമില്ല. ഔലിയാക്കളുടെ സ്ഥിതി അതാണ്. നമ്മളെപ്പോലെയല്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം, നമുക്ക് മരുന്ന് വേണമെങ്കിൽ പണം വേണം. ഔലിയാക്കളായ മഹാന്മാർ അവര് വലിയ ഹിമ്മത്തുള്ള ആളുകളാണ്. ആ വലിയ മഹാന്മാരായതുകൊണ്ട് പണത്തോട് താല്പര്യമില്ല. ആ നോട്ടിന്റെ കെട്ട് കിടക്കുന്ന കിടക്കയുടെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു. പിന്നെ ഒരാൾ വരുന്നു. മടവൂർ ശൈഖിനോട് പറഞ്ഞു, എനിക്ക് വീടില്ല, പൈസയുമില്ല. ആ ബെഡിന്റെ അടിയിലുള്ള ആ വലിയ കെട്ടെടുത്ത് ആ മനുഷ്യന് കൊടുത്തു. ഈ കേസ് കൊണ്ട് നീ വീടുണ്ടാക്കിക്കോളൂ. ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹു തആലാന്റെ വലിയൊരു ഖുദ്റത്ത് ഔലിയാക്കളിൽ നിന്ന് എനിക്ക് ലഭിക്കുകയാണ്. ഒരു വീടുണ്ടാക്കാൻ 5 പൈസ പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ ആ സങ്കടം പോയി പറഞ്ഞപ്പോൾ ഒരു വലിയ നോട്ടിന്റെ കെട്ട് എനിക്ക് എടുത്തു തരികയാണ്. അങ്ങനെ എത്ര ആളുകളെയാണ് ഔലിയാക്കൾ രക്ഷപ്പെടുത്തിയത്, എത്ര ആളുകളെയാണ് അവർ സഹായിച്ചത്. ഇബ്രാഹിമിന് അദ്ഹം അതാ ഒരു കാക്ക ഒരു പക്ഷിയെ കാണുന്നു. ആ പക്ഷി ഒരു അപ്പത്തിന്റെ കഷണം കൊത്തിയെടുത്തിങ്ങനെ പറക്കുമ്പോൾ ഇബ്രാഹിമിന് അദ്ഹം ആലോചിച്ചു, ഈ പക്ഷി എങ്ങോട്ടാണ് പോകുന്നത്? ആ പക്ഷിയെ അദ്ദേഹം പിന്തുടർന്നു. കുറേ മൈലുകൾ സഞ്ചരിച്ചപ്പോൾ ആ പക്ഷി ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. ഒരു മരത്തിൽ ബന്ധനസ്ഥനായ ഒരു സഹോദരൻ അയാളെ കയ്യും കാലും പിടിച്ച് ആരോരും വൃക്ഷത്തിൽ കെട്ടിയിട്ടിരിക്കുന്നു. ആ മനുഷ്യന് കൈ അനക്കാൻ കഴിയുന്നില്ല, കാലനക്കാൻ കഴിയുന്നില്ല. വിശന്നിട്ട് യാതൊരു മാർഗവുമില്ലാതെ നിൽക്കുമ്പോൾ ഈ പക്ഷി ആ മനുഷ്യന്റെ വായിൽ ആ അപ്പം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇബ്രാഹിമിന് അദ്ഹം ആലോചിക്കുകയാണ്, റബ്ബ് വല്ലാത്ത റബ്ബ് തന്നെ. ബന്ധനസ്ഥനായ മനുഷ്യന് അള്ളാഹു റിസ്ക് നൽകുന്ന രൂപം അയാളെ കൈകൊണ്ടോ കാലുകൊണ്ടോ ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയത്തും ആ മനുഷ്യന്റെ വായിലേക്ക് റിസ്ക് എത്തുന്നു ഒരു പക്ഷിയിലൂടെ. ആ സമയത്ത് ഇബ്രാഹിമിന് അദ്ഹം ആലോചിച്ചു, ഞാനും ഇതുപോലെ ഈ ബന്ധനസ്ഥനായ ആളെപ്പോലെ ആകുമ്പോൾ എനിക്ക് ഏതെങ്കിലും പക്ഷികൾ റിസ്ക് തരും എന്ന് മഹാന്റെ മനസ്സിൽ ചിന്ത വന്നപ്പോൾ അള്ളാഹു പറയുന്നു, ഇബ്രാഹിമിന് അദ്ഹം എന്നവരെ ആ ബന്ധനസ്ഥനെ പോലെ ആകാനല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്, നിങ്ങൾ ആ പക്ഷിയെ പോലെ ആകാൻ ആഗ്രഹിക്കണം. എവിടെയെങ്കിലും ബന്ധനസ്ഥരായി, ഭക്ഷണം കിട്ടാത്തവരായി, വെള്ളം കുടിക്കാൻ കിട്ടാത്തവരായി ആരെങ്കിലും കഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ കാക്കയെ പോലെ, ഈ പക്ഷിയെ പോലെ അത്തരക്കാരുടെ വായിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആളായി മാറാൻ നിങ്ങൾ കൽബിൽ ചിന്ത ഉണ്ടാവണം. അങ്ങനെയാണ് ഔലിയാക്കൾ അള്ളാഹു തർബിയത്ത് ചെയ്യുന്നത്. ഔലിയാക്കളുടെ തർബിയത്ത് അങ്ങനെയാണ്.
അവർക്ക് ലഭിക്കുന്ന സ്ഥാനം വലിയ സ്ഥാനമാണ്. ഹാജ അജ്മീറിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട മുഈനുദ്ദീനുൽ ചിശ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം യുവാക്കളെ, യുവതികളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിൻ്റെ സുൽത്താനായി ജീവിച്ച മഹാനാണ് അജ്മീറിലുള്ള ഹാജാ തങ്ങൾ. ഈ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം മതം പ്രചരിക്കുവാൻ സബബായ വലിയ മഹാനവറുകളാണ്. അതുപോലെ ഡൽഹിയിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ, ഡൽഹിയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ മതം പ്രചരിപ്പിക്കാൻ വലിയ പങ്കുവഹിച്ച മഹാനാണ്. ഈ കർണാടകയിൽ അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കാൻ വലിയ പങ്കുവഹിച്ച മഹാനാണ് ഈ മഖാമിൽ വിശ്രമിക്കുന്നത്. ഈ മഹാന്മാർ മുഴുവനും ദുനിയാവിൻ്റെ വിഷയത്തിൽ അവർക്ക് ഭയവുമില്ല, ദുഃഖവുമില്ല. അതുകൊണ്ട് അവരുടെ ഖബറിൻ്റെ അടുത്ത് എത്തിയാൽ നമ്മളിങ്ങനെ റബ്ബിനോട് പറയണം, അല്ലാ, ഒരുപാട് ടെൻഷനുകൾ ഉണ്ട്, ഒരുപാട് ബേജാറുകളുണ്ട്, മക്കൾ എനിക്ക് ഇല്ല. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ബേജാറില്ലാത്തവരാണ് ഔലിയാക്കൾ. അവർക്ക് മക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബേജാറില്ല. നമ്മളോ മക്കളില്ലെങ്കിൽ മനസ്സിൽ ദുഃഖമാണ്. മക്കൾ മരിച്ചു പോയാൽ ഔലിയാക്കൾക്ക് ബേജാറില്ല. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഒരു പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ ആ മകനെ ഖബറിലേക്ക് മറവ് ചെയ്യുമ്പോൾ, മറവ് ചെയ്യുന്ന സമയത്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഹ്റാ, 3 പിടി മണ്ണ് വാരിയിട്ട് കൊണ്ടാണല്ലോ ഖബറിലേക്ക് മറവ് ചെയ്യൽ പൂർത്തിയാക്കുന്നത്. ആ മണ്ണ് വാരി എറിഞ്ഞുകൊണ്ട് ആ മകനെ ഖബറിൽ ദഫൻ ചെയ്ത് പിരിഞ്ഞു പോരാൻ നിൽക്കുന്ന സമയം അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശിഷ്യന്മാർ കാണുന്നത് ഒരു ചെറിയ പുഞ്ചിരിയാണ്. ഒരു സുന്നത്തും ഉപേക്ഷിക്കാത്ത മഹാനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ. മുത്തബിഉസ് സുന്നയാണ്. മുതഅല്ലിമീങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണല്ലോ അബ്ദുല്ലാഹിബ്നു ഉമറിനോട്. കാരണം മുത്തുനബിയോട് ഇത്ര മഹബത്തുള്ള ഒരാളെ കാണുകയില്ല. മക്കയിൽ പോയാൽ തൻഈമിന്റെ ഏതാണ്ട് അടുത്ത് ശുഹദാ എന്ന സ്ഥലത്താണ് അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ ഖബർ. ഒരു കെട്ടിന്റെ ഉള്ളിൽ മഹാൻ വിശ്രമിക്കുന്നു. വല്ലാത്ത മഹത്വമുള്ള ആ അബ്ദുല്ലാഹിബ്നു ഉമർ സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ ആ മകനെ മറവ് ചെയ്തതിന് ശേഷം ആ മുഖത്തൊരു പുഞ്ചിരി. ശിഷ്യന്മാർ ചോദിക്കുന്നു, എന്താണ് ഈ പുഞ്ചിരിയുടെ രഹസ്യം? അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മറുപടി, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ വനബിയ്യാ. അല്ലാഹു തആല എൻ്റെ മകൻ മരിക്കുന്നതിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. അതുകൊണ്ടാണല്ലോ എൻ്റെ മകനല്ല പിടിച്ചത്. അതുകൊണ്ട് അത് എനിക്കും തൃപ്തിയാണ്. അപ്പൊ ഔലിയാക്കൾക്ക് മക്കൾ മരിച്ചാലും മക്കൾ ജീവിച്ചാലും അതിൻ്റെ പേരിൽ ടെൻഷനില്ല. ഞാനും നിങ്ങളും അങ്ങനെയല്ല. മകനെ കാണാതെയായാൽ, മകൻ മരണപ്പെട്ടു പോയാൽ, ആക്സിഡന്റിൽ കയ്യോ കാലോ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മൾ വേഗം മഖാമിലേക്ക് വരും. വന്നിട്ട് അവിടുന്ന് നമ്മൾ അവിടെ വെച്ച് ദുആ ചെയ്യുന്നത്, പടച്ചവനെ, ഈ ഖബറിൽ കഴിയുന്ന ആൾ വലിയ മനക്കരുത്തുള്ള ആളായിരുന്നു. ഒരു സൗകര്യവും ഇല്ലാത്ത കാലത്ത് വളരെ ഹിമ്മത്തോടുകൂടി ജീവിച്ച മഹാനായിരുന്നു. റബ്ബേ, ഞാനോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ അപ്പോഴേക്ക് ടെൻഷനുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ മഹാനെ പോലെ ടെൻഷനില്ലാത്ത ഒരു ഖൽബിനെ നീ എനിക്ക് തരണേ. അത് ദുആ ചെയ്യാനാണ് മഖാമിൽ വരുന്നത്. അപ്പൊ അമ്പിയാക്കളോടുകൂടെ ചേരുക, രണ്ടാമത് ഔലിയാക്കളോടുകൂടെ ചേരുക, മൂന്നാമത് എവിടെയാണോ ബദരീങ്ങൾ ആ ബദരീങ്ങളെ പ്രിയം വെക്കുക. മദീനയിലെത്തിയപ്പോൾ മുത്തുനബിയുടെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്തപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങൾ ബദറിൽ പോയില്ലേ? അപ്പോഴാണ്
ആ മനുഷ്യന്റെ കൽബിൽ ഒരു ചിന്ത വരുന്നത് 100 കിലോമീറ്റർ ഈ മദീനയിൽ നിന്ന് സഞ്ചരിച്ചാൽ ബദർ എന്ന് പറയുന്ന സ്ഥലത്തെത്താം. അതൊരു കിണറിന്റെ പേരാണ്. ആ കിണറുള്ള സ്ഥലത്താണ് ബദർ എന്ന് പറയുന്ന പട്ടണം നിലകൊള്ളുന്നത്. ബദർ എന്നതൊരു മനുഷ്യന്റെ പേരായിരുന്നു, അതൊരു കിണറിന്റെ പേരായിരുന്നു. ഇപ്പോൾ അതൊരു പട്ടണത്തിന്റെ പേരാണ്. അവിടെയാണ് ഇസ്ലാമിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഹിജ്റ 2-ാം വർഷത്തിൽ നടന്നത്. ആ സമരം നടന്ന ഭൂമിയിലേക്ക് 100 കിലോമീറ്ററേ മദീനയിൽ നിന്ന് ദൂരമുള്ളൂ. എങ്കിൽ മൂമിനായ മനുഷ്യൻ അവിടെ പോകുന്നു. കാരണം എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരെ കിട്ടണം, എനിക്ക് അമ്പിയാക്കളെ കൂട്ടുകാരായി കിട്ടണം, മുത്തുനബി എൻ്റെ കൂട്ടുകാരനായി കിട്ടണം, ദിവസവും മുത്തുനബിക്ക് സലാം പറയണം. അങ്ങനെ അത്തഹിയാത്ത് ബിൽ സലാം പറഞ്ഞുകൊണ്ട് ആ നബി നമ്മളെ കൂട്ടുകാരനായി മാറിക്കഴിഞ്ഞു. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. 2 ഔലിയാക്കൾ നമ്മളെ കൂട്ടുകാരാണ്. ആ കൂട്ടുകാരെ ലഭിക്കാൻ വേണ്ടിയാണ് ഉള്ളാളത്ത് സിയാറത്തിന് വരുന്നത്, മടവൂരിൽ സിയാറത്തിന് പോകുന്നത്, താജുൽ ഉലമയെ സിയാറത്ത് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ച് ജീവിച്ച മഹാന്മാരോട് ഉള്ള മഹബത്താണ് സിയാറത്തിൻ്റെ അടിസ്ഥാനം. മരണചിന്ത വേണമെന്ന് ഞാൻ ആദ്യം ഉണർത്തി, അത് വിട്ടുപോകരുത്. രണ്ടാമത്, ആ ഖബറിൽ കഴിയുന്ന മഹാന്മാരായ ആളുകൾ അവർ ശുഹദാക്കളാണ് എങ്കിൽ ആ ശുഹദാക്കളുമായുള്ള ബന്ധം ഉറപ്പിച്ചോ. ബദർ ശുഹദാക്കളെ നേതാവ് മുത്ത് ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ 313 സ്വഹാബിമാരെ നീ പ്രിയം വെച്ചോളൂ. അവര് വലിയ രാജാക്കന്മാരാണ്. സ്വർഗം അവർക്ക് ഉറപ്പാണ്. സ്വർഗത്തിലാണ് അവരുള്ളത്. അവര് എവിടെയാണ്? സ്വർഗത്തിൽ പക്ഷികളുടെ ശരീരത്തിലാണ് അവരുടെ ആത്മാക്കൾ പറക്കുക. വജഅഫറുനില്ലദി യുളിഹി വയുംസി യതീറു മഅൽ മലായികത്തി ബിനു ഉമ്മി. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ, ആരാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ്? മുത്തുനബിയുടെ മുഖം പോലെയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ മുഖം. മുത്തുനബിയുടെ ശരീരം പോലെയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ശരീരം. കാരണം ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ അങ്ങനെ ഉണ്ടാകും. ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് മൂത്തത്ത് എന്ന് പറയുന്ന ആ യുദ്ധക്കളത്തിൽ ഷഹീദായപ്പോൾ ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ വീട്ടിൽ ഭാര്യയെയും മക്കളെയും വിവരമറിയിക്കാൻ വന്നത് മുത്തുനബിയാണ്. ജോർദാനിലാണ് അവരെ ഖബറുള്ളത്. ആ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് പക്ഷികളുടെ ശരീരത്തിലായി സ്വർഗത്തിലൂടെ പറന്ന് നടക്കുകയാണെന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. മുത്തുനബി നമുക്ക് പറഞ്ഞു തരുന്നു, ആ ശുഹദാക്കളെ നമ്മൾ ഇഷ്ടപ്പെടണം. അവര് റബ്ബിന് വേണ്ടി ജീവിച്ചവരാണ്, നമ്മളെ പോലെയല്ല. അതുകൊണ്ട് അവരും നമ്മളെ കൂട്ടുകാരായി മാറണമെങ്കിൽ മഹദറത്തുൽ ബദരിയ ചൊല്ലുന്നു. ആ ബദരീങ്ങളെ പേര് പറയുന്നു. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഉലിൽ ഐദി വൽ അബ്സാർ ഇന്നാ അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. ഖുർആൻ പറഞ്ഞു, വദ്കുർ ഇബാദന ഇബ്രാഹീമ, നമ്മുടെ അടിമകളായി ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ പറഞ്ഞോളൂ. ഇബ്രാഹിം നബി ചെറിയ ആളല്ല, വലിയ ആളായതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞോളൂ. ഇസ്മാഈല, ഇസ്മായിൽ നബിയും വലിയ ആളാണ്, നിങ്ങൾ പറഞ്ഞോളൂ. വലിയ ആളുകളെ പേരിങ്ങനെ പറഞ്ഞോളൂ. അത് മനുഷ്യന്റെ വിജയത്തിന് കാരണമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പിന്നെ വഅലാ ആലി മുഹമ്മദിൻ, പിന്നെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. വലിയ ആളുകളെ പേര് പറയുമ്പോൾ ചെറിയ നമ്മൾ വലിയതായി മാറും. നമ്മൾ അള്ളാഹിന്റെ അടുക്കൽ വലുതാവണമെങ്കിൽ മഹാന്മാര് പേര് പറയണം. അങ്ങനെയാണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ
ഇബ്രാഹിം നബിയുടെ പേര്. വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഉലിൽ ഐദി വൽ അബ്സാർ. ഉലിൽ ഐദി അവർ ഖുവ്വത്തുള്ള ആളായിരുന്നു, വൽ അബ്സാർ ഈമാനുമുള്ള ആളുകളായിരുന്നു. ഈമാനുണ്ട്, ഖുവ്വത്തുണ്ട്. നിങ്ങൾക്കും അതല്ലേ വേണ്ടത്? അത് വേണമെങ്കിൽ നിങ്ങൾ അവരെ പേര് പറഞ്ഞോളൂ, അവരെ ചരിത്രം നിങ്ങൾ വായിച്ചോളൂ, ബദരീങ്ങളുടെ ചരിത്രം പഠിച്ചോളൂ, ബദരീങ്ങളെ പേര് മക്കൾക്ക് ഇട്ടോളൂ. ഹോട്ടലിൻ്റെ പേര് ബദർ, വീടിൻ്റെ പേര് ബദർ. ഉഹുദ് എന്ന് വീടിന് പേരിടാറില്ല, പേരിട്ടാൽ മോശവുമല്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹുദ് യുദ്ധം വിജയമായിരുന്നു. അങ്ങനെയാണ് ഉമർ ഖത്താബിൻ്റെ അഭിപ്രായം. ഉഹുദ് വിജയമാണ്. കാരണം മുഅ്മിനായ മനുഷ്യന് പരാജയം എന്നതില്ല. അഥവാ പരാജയപ്പെട്ടാൽ അത് ബെറ്ററൈസ് ചെയ്യാൻ വേണ്ടിയുള്ള പരാജയങ്ങളാണ്. ചില കുട്ടികൾ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയാൽ മാർക്ക് നന്നാക്കാൻ വേണ്ടി രണ്ടാമത് പരീക്ഷ എഴുതും. അങ്ങനെ കൂടുതൽ മാർക്ക് കിട്ടി ജയിക്കും. അപ്പോൾ ആദ്യം തോറ്റത് ഉന്നതമായ മാർക്ക് കിട്ടാൻ സഹായകമായി. ഇതാണ് ഉമറിൻ്റെ വീക്ഷണം. ഉലിൽ ഐദി വൽ അബ്സാർ. അപ്പൊ ശുഹദാക്കളുടെ പേരും പറയണം. കാലിന് വല്ലാത്ത വേദന വന്നു, കാലിന് വല്ലാത്ത വേദന വന്നു. അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ കാലിന് വേദന വന്നു. ഉടനെ മഹാനവറുകൾ യാ മുഹമ്മദ് എന്ന് വിളിച്ചു. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ മാസ്റ്റർ പീസായ കിതാബാണ് സഹീഹുൽ ബുഖാരി. അതേ ഇമാമുൽ ബുഖാരിക്ക് വേറൊരു കിതാബുണ്ട്, അൽ അദബുൽ മുഫ്രദു. ആ അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബ് ഏതാണ്? ആദാബുകളാണ് ആ കിതാബിലെ ചർച്ച മുഴുവനും. മനോഹരമായൊരു കിതാബ്, മുതഅല്ലിമീങ്ങൾ ഓതി നോക്കേണ്ട കിതാബാണ്. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ അദബ് എന്നൊരു ബാബ് കാണാം. ആ ബാബിൽ പറഞ്ഞ ഹദീസുകളും അതിൽ കുറേ ഹദീസുകൾ വേറെ കൂട്ടിയതും അത് രണ്ടും കൂടി സ്വന്തം ഒരു കിതാബാക്കി. അതാണ് അൽ അദബു അൽ മുഫ്രദു എന്ന് പേര് വരാനുള്ള കാരണം. ആ അദബുൽ മുഫ്രദിൽ പറയുന്നു, കാലിന് വേദനയായ അബ്ദുല്ലാഹിബ്നു ഉമർ ആ വേദന മാറാൻ വേണ്ടി യാ മുഹമ്മദ് എന്ന് വിളിച്ചു. കാലിൻ്റെ രോഗം സുഖപ്പെട്ടു. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ പേര് പറഞ്ഞാൽ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുവേ, നിന്നോടുള്ള മഹബ്ബത്ത് നീ എനിക്ക് തരേണമേ, നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള മഹബ്ബത്തും നീ തരേണമേ, നിനക്കിഷ്ടമുള്ള അമലിനെ മഹബ്ബത്ത് വെക്കാനുള്ള ഭാഗ്യവും തരേണമേ. അങ്ങനെ ഇൻഷാ അല്ലാഹ് മരണചിന്തയിലൂടെ ഖബർ സിയാറത്തിലൂടെ ഈമാൻ വർദ്ധിക്കുക എന്ന വലിയൊരു സമ്പാദ്യമാണ് നാം ഓരോരുത്തരും ഈ ഉറൂസിലൂടെ നേടിയെടുക്കേണ്ടത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ പടച്ച തമ്പുരാൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ഈ മഖാമിൽ വിശ്രമിക്കുന്ന മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇരിക്കുക. എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങൾക്കൊക്കെ വേണ്ടി വിനീതനും ദുആ ചെയ്യും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മോട് നസീഹത്ത് പറഞ്ഞു തരുന്നത്